ഡൽഹിയിലെ നേതൃയോഗത്തിൽ വി.ഡി. സതീശനും സണ്ണി ജോസഫും തമ്മിൽ വാക്പോര്. കേരളത്തിലെ തമ്മിലടി കണ്ട് രാഹുൽ ഗാന്ധി ഞെട്ടി. അനാവശ്യ കാരണങ്ങൾ പറഞ്ഞ് യോഗങ്ങൾക്ക് വിട്ടുനിൽക്കുന്ന വി.ഡി. സതീശനെ രൂക്ഷമായി വിമർശിച്ച് ദീപാദാസ് മുൻഷി. ഷാഫി പറമ്പിലിന്റെ അമിതമായ ഇടപെടലിനെതിരെയും പരാതി. അനൈക്യം പരിഹരിക്കാൻ പുതിയ കോർ കമ്മിറ്റി. സംസ്ഥാന കോൺഗ്രസിൽ നിസ്സഹകരണം തുടരുന്ന വി.ഡി. സതീശന് ഹൈക്കമാൻഡിൽ നിന്ന് കടുത്ത വിമർശനം. തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ സംഘടനാപരമായ വിയോജിപ്പുകൾ പ്രതിപക്ഷ നേതാവ് ശക്തമാക്കുന്നതിൽ വലിയ അമർഷമാണ് ദേശീയ നേതൃയോഗത്തിലുണ്ടായത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാനായി ഡൽഹി ഇന്ദിരാഭവനിൽ ചേർന്ന നേതൃയോഗത്തിലാണ് സംസ്ഥാന കോൺഗ്രസിലെ ചേരിപ്പോരും മറ്റ് നാടകീയതകളും അരങ്ങേറിയത്. സംസ്ഥാന കോൺഗ്രസിൽ പുതിയ നേതൃത്വം ചുമതലയേറ്റതിനു ശേഷം തന്നെ സംഘടനാ തീരുമാനങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ യോഗത്തിൽ ആരോപിച്ചു. അടുത്തിടെ പ്രഖ്യാപിച്ച കെ.പി.സി.സി ഭാരവാഹികളുടെ പട്ടിക അന്തിമമാക്കുമ്പോൾ തന്നോട് ആലോചിച്ചിരുന്നില്ലെന്നും സതീശൻ പറഞ്ഞു. പുതിയ കെ.പി.സി.സി ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും നിയമിച്ചപ്പോൾ കൂടിയാലോചിച്ചില്ല എന്നായിരുന്നു സതീശന്റെ പരാതി. എന്നാൽ ഈ ആരോപണം കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് നിഷേധിച്ചതോടെ യോഗത്തിൽ രണ്ടുപേരും തമ്മിൽ വാക്പോരുണ്ടായി. രാഹുൽ ഗാന്ധി ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയതെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. യോഗത്തിൽ കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും വി.ഡി. സതീശനെ നിർത്തിപ്പൊരിച്ചു. വി.ഡി. സതീശന്റെ പേരെടുത്ത് പറയാതെയായിരുന്നു ദീപാദാസ് മുൻഷിയുടെ രൂക്ഷ വിമർശനം. തെരഞ്ഞെടുപ്പുകൾ മുന്നിലുള്ളപ്പോൾ കെ.പി.സി.സി വിളിക്കുന്ന നിർണായക യോഗങ്ങൾ അനാവശ്യ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുന്ന ഒരു പ്രധാന നേതാവിന്റെ ശീലം സംഘടനയുടെ പ്രവർത്തനത്തെ ബാധിച്ചുവെന്ന് ദീപാദാസ് മുൻഷി കുറ്റപ്പെടുത്തി. എ.ഐ.സി.സി ജനറൽ സെക്രട്ടറിയുടെ തുറന്നുപറച്ചിൽ വി.ഡി. സതീശനെയും യോഗത്തിൽ പങ്കെടുത്ത സംസ്ഥാനത്തു നിന്നുള്ള നേതാക്കളെയും ഒരുപോലെ അത്ഭുതപ്പെടുത്തി. രാഹുൽ ഗാന്ധി ആകട്ടെ കേരളത്തിന്റെ ചുമതലയുള്ള എ.ഐ.സി.സി നേതാവിന്റെ ചൂണ്ടിക്കാണിക്കലുകൾ അതീവ ഗൗരവത്തോടെ ഉൾക്കൊള്ളുകയും ചെയ്തു. പ്രധാന നേതാക്കളുടെ ഇത്തരം പെരുമാറ്റങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും എല്ലാ നേതാക്കളും പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കുന്നത് ഉറപ്പാക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടുവെന്ന് യോഗത്തിൽ പങ്കെടുത്ത നേതാവ് വ്യക്തമാക്കിയതായി ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. കെ.പി.സി.സി ഭാരവാഹി പട്ടിക അന്തിമമാക്കുന്നതിന് മുൻപ് സതീശനെ 2-3 തവണ ബന്ധപ്പെട്ടിരുന്നുവെന്ന് സണ്ണി ജോസഫ് ഹൈക്കമാൻഡിനോട് പറഞ്ഞു. മുതിർന്ന നേതാക്കളും മുൻ കെ.പി.സി.സി പ്രസിഡന്റുമാരും ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളുമായും മതിയായ കൂടിയാലോചന നടത്തിയിരുന്നുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന വേളയിൽ നേതാക്കൾക്കിടയിൽ ഐക്യം വേണമെന്ന് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാറില്ലെന്ന് രാഹുൽ ഗാന്ധി കേരള നേതാക്കളെ ഓർമ്മിപ്പിച്ചു. ഖാർഗെയും രാഹുലുമായുള്ള പ്രത്യേക കൂടിക്കാഴ്ചകളിൽ 3 വർക്കിംഗ് പ്രസിഡന്റുമാരായ എ.പി. അനിൽകുമാർ, ഷാഫി പറമ്പിൽ, പി.സി. വിഷ്ണുനാഥ് എന്നിവർ സംഘടനാ കാര്യങ്ങളിൽ നടത്തുന്ന അമിതമായ ഇടപെടലിനെക്കുറിച്ച് സംസ്ഥാന നേതാക്കൾ പരാതിപ്പെട്ടു. പുതിയ കെ.പി.സി.സി പ്രസിഡന്റിന്റെ അനുഭവക്കുറവ് മൂവരും മുതലെടുക്കുകയാണെന്നാണ് ആക്ഷേപം. സംസ്ഥാന നേതൃത്വത്തിനുള്ളിലെ അനൈക്യം കണക്കിലെടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംഘടനാ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ഒരു കോർ കമ്മിറ്റി രൂപീകരിക്കാൻ എ.ഐ.സി.സി തീരുമാനിച്ചു. നിലവിലുള്ള ജംബോ കമ്മിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ സമിതി ചെറുതായിരിക്കും. കെ.പി.സി.സി പ്രസിഡന്റ്, പാർലമെന്ററി പാർട്ടി നേതാവ്, വർക്കിംഗ് പ്രസിഡന്റുമാർ, മുൻ കെ.പി.സി.സി പ്രസിഡന്റുമാർ എന്നിവർ പുതിയ കോർ കമ്മിറ്റിയിൽ ഉണ്ടാകുമെന്നാണ് സൂചന. പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവർക്ക് പുറമെ കേരളത്തിൽ നിന്നുള്ള നേതാക്കളായ സണ്ണി ജോസഫ്, വി.ഡി. സതീശൻ, കെ. മുരളീധരൻ, രമേശ് ചെന്നിത്തല, എം. ഹസൻ, കൊടിക്കുന്നിൽ സുരേഷ്, ശശി തരൂർ, 3 കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റുമാർ എന്നിവർ പങ്കെടുത്തു.